വക്കാന ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലഖദ് അദ്റകനൽ നാസ, ജനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചിരിക്കുന്നു. വഅഹദുഹും, എത്രത്തിൽ അവരിൽ ഒരുവൻ, ലാ യറ അന്നഹു അഹഖു ബിമതാഇ മിൻ അഖീഹി, ഒരാളും തന്നെ തന്റെ സ്വത്ത് കൊണ്ട് തന്റെ സഹോദരനേക്കാൾ ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനും ബന്ധമായവനും ഉടമയാക്കുന്നവനുമാണെന്ന ധാരണ ഒരാൾക്കും അതിലുണ്ടായിട്ടില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലാ ഇദാകാന അഹ്വജ ഇലാ ദാലിക മിൻ അഖീഹി, എപ്പോഴേ കാണുകയുള്ളൂ തന്റെ സഹോദരനേക്കാൾ ആ സ്വത്തിലേക്ക് തനിക്ക് ആവശ്യമുണ്ടായി വരികയാണെങ്കിൽ അപ്പ മാത്രമേ ഉള്ളൂ ആ സ്വത്തുമായി എനിക്ക് കടമ, ആ സ്വത്തുമായി എനിക്ക് ബന്ധം വിചാരിക്കുള്ളൂ. അങ്ങനെ ആവശ്യമൊന്നും വരുന്നില്ലെങ്കിൽ ഈ സ്വത്തിന്റെ ഉടമ ഞാനല്ല, വാറോക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. മറ്റ് സഹോദരന്മാർക്കും ഇതിൽ അവകാശമുണ്ട്, പങ്കുണ്ട്. അത് അനിക്കപ്പെടേണ്ടതോ ഒഴിവാക്കപ്പെടേണ്ടതോ അല്ല എന്ന് കാണുന്നവരായിരുന്നു പൂർവികന്മാരൊക്കെ. അങ്ങനെയുള്ള കുറെ ജനങ്ങളെ നമ്മൾ എത്തിച്ചിട്ടുണ്ടെന്ന് മഹാനായ ഇബ്രാഹിമിൻ അദ്ദേഹം റളിയല്ലാഹു തആല എന്ന് പറയുന്നു. കാരണം ആലിമിന് റളിയല്ലാഹു തആല യഖൂൽ, മഹാന്റെ അഭിപ്രായം എന്താ? ആ അഭിപ്രായം നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാം. മഹാൻ പറയുന്നു, മാ റദത്തു സായിലൻ ഖത്തു, ഒരാൾ ചോദിച്ച് എന്റെ അടുത്ത് വരികയാണെങ്കിൽ അയാളെ വെറുതെ മടക്കി വിടാറില്ല. ഇല്ല വതബയ്യനലി അന്നി മുഖത്തിഉം ബിദാലിക, എനിക്ക് ബോധ്യമായിട്ടല്ലാതെ. എന്ത്? ഞാൻ അവന്റെ കാര്യത്തിൽ പിഴവ് എനിക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടല്ലാതെ ഒരാളെ തിരിച്ചയക്കൂല. അത് ചോദ്യകർത്താവ് വന്നാല് അയാളെ പറ്റിയല്ല, എനിക്ക് അയാളെ കാര്യം തെറ്റ് പറ്റിയുള്ള ബോധം എനിക്കുണ്ടാവും. ആ നിലയിലാണ് ചോദ്യകർത്താവൻ എന്തും കൊടുത്ത് മടക്കി വിടുക, അല്ലെങ്കിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ടവരും പറയുന്നു. എന്നാൽ വക്കാന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ യഖൂൽ, മഹാൻ പറയുന്നത്, ഇന്നി ലഅസ്തഹി ഇൻ സാഹിബി, എന്റെ സഹായിബിനെ തൊട്ട് എന്റെ കൂട്ടുകാരെ തൊട്ട് എനിക്ക് ഒരു നാണവുമില്ല. എങ്ങനെ? അയ്യസൂറനി സലാസ മറാത്തിൻ, 3 പ്രാവശ്യം അയാൾ എന്നെ വന്ന് സന്ദർശിക്കുന്നു. അങ്ങനെ എന്നെ വന്ന് സന്ദർശിക്കുമ്പോ ആ സന്ദർശനം എന്റെ കൂട്ടുകാരെ തൊട്ട് എനിക്ക് നാണമില്ല. വലം അഅ്തിഹി ശൈഅൻ, എത്രത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു വസ്തു കൊടുത്തിട്ടില്ല. ആ നിലയിൽ അയാൾ 3 വട്ടം എന്നെ ഒന്ന് സന്ദർശിച്ചു. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഒന്നും ഞാൻ കൊടുക്കണില്ലാന്ന് വെക്കുക. അങ്ങനെ കൊടുക്കാത്തൊരു നിലയിൽ എന്താണ്, ഞാൻ അദ്ദേഹം എന്നെ സന്ദർശിക്കുകയാണെങ്കിൽ ആ സന്ദർശനം എന്റെ കൂട്ടുകാരിതൊരു നാണമായിട്ട് ഞാൻ കാണൂല. അവ എന്നെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ സന്ദർശനത്തിന് വേണ്ടതൊക്കെ കൊടുക്കും. കൊടുക്കാതിരിക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ പറയുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വഖാല സുഹരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇൻകാന ലക ഇലാ അഖീക ഹാജത്തുൻ, നിന്റെ സഹോദരനിലേക്ക് നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഫഅ്തിഹി ബി ബൈതി, നീ ഓനെ ഇങ്ങോട്ട് വരുത്തരുത്, നീ ഓന്റെ അടുത്ത് ചെല്ലണം എന്നാണ്. നിന്റെ ആവശ്യം വീട്ടാ ഓന്റെ അടുത്തേക്ക് ചെന്നോ, ഓനെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തരുത്. ഫഇന്ന ദാലിക അഖ്ലാലിൽ ഹാജതി, കാരണം അവൻ ഇങ്ങോട്ട് വന്ന് നീ അവനത് ആവശ്യം തീർന്നതിനേക്കാൾ നല്ലത് അവന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് ആവശ്യം വീട്ടാൻ ഏറ്റവും നല്ലത് അതാണ്, നീ അങ്ങോട്ട് ചെല്ലലാണ്. ഫഖദ് ഖാല റജുലുൻ മറത്തൻ, ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഔസ ബിൻ ഖാരിജ, ഔസ ബിൻ ഖാരിജയോട് പറയാണ് റഹിമഹുല്ലാഹു തആല, ഇന്നി ജിഅ്തുക ബി ഹാജത്തിൻ സഗീറത്തി, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ആ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി അപ്പൊ താങ്കളുടെ അടുത്തേക്ക് ഞാൻ വന്നെന്ന് അയാൾ പറഞ്ഞു. വഖാലഹു ഉത്ലുബ് ലഹാ റജുലൻ സഗീറ, അപ്പൊ അയാളോട് പറഞ്ഞു, ആര്? ഈ ഔസ് പറയാണ്, ഉത്ലുബ് ലഹാ റജുലൻ സഗീറ, എന്നാ പിന്നെ ചെറിയൊരു ആവശ്യം തേടാനാ വന്നത്, എന്നാ ചെറിയൊരു ആവശ്യം തേടാൻ വേണ്ടി ചെറിയൊരാളെ പറഞ്ഞേക്കും, ഇതല്ലേ വേണ്ടത്, എന്നാ ചെറിയൊരാളെ തേടിക്കോ. ഇങ്ങനെയൊക്കെയാണ് അവിടെ മറുപടി ഉണ്ടായത്. അപ്പൊ ചെറിയൊരു ആവശ്യത്തിന് പോലും എന്താമായിരുന്നു, ഒരു തേടിപ്പോകുമായിരുന്നു. അങ്ങനെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മറുപടി ഉണ്ട്. എന്നാ ചെറിയൊരാളെ പറഞ്ഞാച്ചാ പോലെ ഇതൊക്കെയായി. പിന്നെ ഈ വലിയ ആൾക്കാരെ തേടേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ കാരണം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഇദാ സുഇല ബി ഹാജത്തിൻ, വല്ല ആവശ്യവുമായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടുകയാണെങ്കിൽ ഇബാദുർ ഇലൈക, അതിലേക്ക് വേഗം മഹാൻ ഉണർന്ന് അത് വീട്ടിക്കൊടുക്കും. യഖൂലു, അദ്ദേഹം പറയുന്നു, ഇന്നി അഖാഫു അൻ അബ്തിയ ഫിഹാ,
ആ ഒരാവശ്യം കൊണ്ട് ഞാൻ പിന്തുടരുന്നത് എനിക്ക് പേടിയാ. അങ്ങനെ പോയി അൻഹ, ആ ആവശ്യത്തെ തൊട്ട് എന്റെ സഹോദരൻ എന്താകും, പിന്നെ ആവശ്യം തീരുമാനം വേണ്ടാതെ വരികയും ഞാനത് കൊടുക്കാതിരിക്കും പിന്തുടരും, എനിക്ക് പേടിയാണ്. അത് കാരണം യബൂത്തൻ അജുറു കൊടുത്ത കൂലി ഇല്ലാതെയാവും ചെയ്യും. അതുകൊണ്ട് ഞാൻ വേഗം കൊടുക്കുന്ന അർത്ഥം ചിന്തിക്കൂല. മുസറഫ് ബിൻ അബിദില്ലാഹ് റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മൻ കാന ഇൻദി ഹാജത്തുൻ, എനിക്ക് വല്ലൊരാവശ്യം എന്റെ അടുത്തുണ്ടെങ്കിൽ, മൻ കാന ഇൻദി ഹാജത്തുൻ, വല്ലവരും എന്റെ അടുത്ത് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് എന്നെ കാണുമെന്ന് വരികയാണെങ്കിൽ, ഫൽ യകുതുബുഹാ ഫി ഖിർതാസിൻ, ഒരു കടലാസിൽ അവൻ എഴുതി വെക്കട്ടെ എന്താണ് ആവശ്യം എന്നുള്ളത്. എന്നിട്ട് പോയി ഉർസിൽഹ ഇലയ്യ, അവൻ ആ എഴുത്തിന്റെ അടുത്ത് വിട്ടാ മതി, ഓങ്ങിട്ട് വരണ്ട. കാരണം ഇനി അക്റഹു അൻ അറാ ദില്ലൽ മസ്അലത്തി ഫി വജ്ഹി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരാള് നേരിട്ട് വന്ന് വല്ലതും ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് നിസ്സാരതയുണ്ട്, ഒരു എളുമത്തരം, ഒരു നിന്ദ്യത. ആ ഒരു നിന്ദ്യത എനിക്ക് കാണൽ വെറുപ്പണ വേണ്ട. അയാൾ ആവശ്യം എഴുതിയിട്ട് അയാൾ എന്നിലേക്ക് ലെറ്റർ വിട്ടാൽ മതി, ഞാൻ ആ ആവശ്യം വീട്ടിൽ കൊടുക്കും. എന്നിട്ട് മഹാൻ പറഞ്ഞെന്താ, ഇന്ന സുആല അർജഹു ഇൻദൻ നിവാൽ, ഇവിടെ മിനൻ നിവാൽ ധർമ്മം കൊടുക്കലാണ്. ആ ധർമ്മം കൊടുക്കൽ ഇഞ്ചല്ല, അത് എത്ര വലുതാണെങ്കിലും ശരി, ആ ധർമ്മം കൊടുക്കുന്നതിനേക്കാളും ഒരു മുസ്ലിമായ ഒരാൾ എന്റെ അടുത്തൊന്ന് ചോദിക്കുമ്പോ ആ ചോദിക്കലായിരിക്കും നാളെ മുൻതൂക്കാകുക. അപ്പൊ ആ പണി വേണ്ട, കൊടുക്കുന്ന ധർമ്മത്തിന് വില വേണം. അപ്പൊ അയാൾ നേരിട്ട് വരണ്ട, കത്ത് അയച്ചാൽ മതി, ആ കത്തിലൂടെ ഞാൻ മറുപടി നൽകാമെന്നാണ് ബഹുമാനപ്പെട്ട മുസറഫ് ബിൻ അബ്ദില്ലാഹ് തങ്ങൾ പറഞ്ഞത്. മഹാൻ പറയുന്നു, മിനൽ മഅറൂഫി, നല്ല കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്, അന്തറൽ മിന്നത്തെ അഖീക അലൈക, നിന്റെ മേലിലായിട്ട് നിന്റെ സഹോദരന് നീ ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു അഭിപ്രായം നിനക്കുണ്ടാവണം. ഇതാ അഹദ മിൻക ഷൈഅൻ, ആ സഹോദരൻ നിന്നിന്ന് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നീ എന്ത് മനസ്സിലാക്കണം, ഞാൻ അവന് ചെയ്തു കൊടുക്കേണ്ട ഗുണമാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല കാര്യം. എന്താ കാരണം, അന്നകുലൗല അഹദഹു മിൻക, അദ്ദേഹം എങ്ങാനും നിന്റെ ഭാഗത്തുനിന്ന് അത് പിടിച്ചിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെ പിടിച്ചിട്ടില്ല എങ്കിൽ സവാബു, നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ അതിന്റെ കൂലി എനിക്ക് കിട്ടൂല. ഇപ്പൊ അയാൾ കൊണ്ടുപോയില്ലേ, അവർക്ക് കൂലി കിട്ടി. അങ്ങനെ കൊടുക്കൽ അതൊരു ഗുണമായിട്ട് നീ കാണണം, അത് നല്ലതാണ്. വൈദൻ വീണ്ടും പറയുന്നു, ഫഇന്നഹു ഖസ്സക ബിസുആൽ വറജാ ബികൽ ഖൈർ ദൂന വൈരിക, ഫഇന്നഹു നിശ്ചയമായിട്ടും ആ വ്യക്തി ഖസ്സക ബിസുആൽ ചോദിക്കാതെ നിന്നെ കൊണ്ട് മാത്രം പ്രത്യേകമാക്കി, നിന്നോട് മാത്രമാ ചോദിക്കുന്നത്. വറജാ ബികൽ ഖൈർ, നിന്നിലാണ് നന്മ അദ്ദേഹം ആഗ്രഹിച്ചത്. ദൂന വൈരിക, മറ്റൊരാളെ കൂടാൻ. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കലല്ലേ നിനക്ക് നല്ലത്. അങ്ങനെ വരുമ്പോൾ നീ ചെയ്തു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, അവന് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണെന്നുള്ള വിചാരം നിനക്ക് വേണം, നല്ല കാര്യമാണ്. മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹു തആല മഹാനവറുകൾ ഇദാ സഅല അഹദൻ ഹാജത്തൻ, ആരെങ്കിലോടും വല്ലത് ആവശ്യം മഹാൻ തേടുകയാണെങ്കിൽ, യഖൂലു, മഹാൻ പറയുന്നു, എന്താ പറയാ, ഖദ് റഫഅന അംറഹ ഇലല്ലാഹ്, നീ വേജാറാവേണ്ട, ആ ആവശ്യം നമ്മൾ അള്ളാഹുവിലേക്ക് അതാ ഉയർത്തിയിരിക്കുന്നു. ഫൈൻ ഖലാഹ അലാ യദൈക, താങ്കളുടെ കൈ മുഖാന്തരം അള്ളാഹു ഖലാ കിട്ടുകയാണെങ്കിൽ, ഹമദനല്ലാഹ വശകർനാക, അള്ളാഹുവിനെ ഞങ്ങൾ പുകഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ എന്താകുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ആയിരുന്നു മഹാനവറുകൾ എന്താണ് വല്ല ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാറ്. വഇല്ലം യഖ്ദി അലാ യദൈക, നിങ്ങളെ കൈ മുഖാന്തരം അള്ളാഹു തആല അത് വീട്ടുന്നില്ലെങ്കിൽ, ഹമദനല്ലാഹ് ഹമീദനല്ലാഹ് തആല വഅദർനാക, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കും, പക്ഷേ അത് വീട്ടിയില്ലല്ലോ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊരു കാരണമുണ്ടതായി ഞങ്ങൾ കാണും, അതേ പറയാൻ പറ്റുള്ളൂ. വാടൊന്നുമില്ല എന്നായിരുന്നു ആരെങ്കിലും ഒരാൾ സഹായം ചോദിക്കുമ്പോൾ അവർ പറയാൻ. മഹാൻ പറയുന്നത്, ഇദാ കാലക ഇന്ദ അഹദിൻ ഹാജത്തുൻ, വല്ല ഒരുത്തന്റെയും അടുക്കൽ നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ, ഫജ്അൽ റസൂലക്കൽ ഹദിയ, നിന്റെ റസൂലിന് നീ ഹദിയ കൊടുത്ത് പറഞ്ഞയക്കണം. നിന്റെ റസൂൽ നീ പറഞ്ഞയക്കുന്ന ദൂതനുണ്ടല്ലോ, ഒരു ഹദിയ കൊടുത്ത് വിട്ടാ മതി എന്നാണ്. ഫഖദ് കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ തഖൂൽ, മഹദി പറയാണ്,
മിഫ്താഹു ഖളാഇൽ ഹാജത്തുൽ ഹദിയ. വല്ല ആവശ്യം കിട്ടണമെങ്കിൽ ആ ആവശ്യം വീട്ടാനുള്ള താക്കോൽ ഹദിയ കൊടുക്കലാണ്. അപ്പൊ ആരെങ്കിലും അടുത്ത് ചെല്ലുമ്പോ ഓൽക്കൊന്ന് കൊടുക്കുക, എന്നാ നിന്റെ ആവശ്യം വീടി കിട്ടുന്ന അർത്ഥം, ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ കാരണം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ യഖൂൽ, മഹാൻ പറയുന്നു, ലാ തത്ലൂ മിൻ അഹദിൻ ഹാജത്തൻ ബില്ലൈലി, രാത്രി പോയിങ്ങാണ്ട് നിങ്ങൾ ഒരാളും ആവശ്യം തുടരരുത്. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും എത്തും പോയിട്ട് രാത്രി ചോദിക്കരുത്, തേടരുത് എന്ന. കാരണം ഫഇന്നൽ ഹയാഅ ബിൽ ഐനൈനി, നാണം എന്ന് പറയുന്ന രണ്ട് കണ്ണിലുണ്ടാവും. അപ്പൊ ആ സമയം ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നാണം ഉണ്ടാകുന്ന സമയമാണ് രാത്രി, അതൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പകൽ ചോദിച്ചോളൂ. അപ്പൊ കാർ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, മൻ ബാത യതഖല്ലബു അലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിലൂടെ കടന്നു മറിയുകയാണെങ്കിൽ വല്ല ഒരുത്തനും, ഇദാ നസല ബി ബലാഉൻ, മഹാൻ പറയുമായിരുന്നു, വല്ല ഒരുത്തനും അവന്റെ വിരിപ്പിലൂടെ മറിയുകയാണെങ്കിൽ, ഇദാ നസല ബി ബലാഉൻ, എന്നിൽ വല്ല മുസീബത്തും ഇറങ്ങുന്ന സമയത്ത്, ഔ ഹമ്മുൻ ഔ ഹമ്മുൻ, അല്ലെ മനപ്രയാസമോ ദുഃഖമോ എന്തെങ്കിലും എന്നിൽ ഇറങ്ങിയാൽ, ആ ഇറങ്ങിയ സമയത്ത് അവന്റെ വിരിപ്പിലൂടെ അവരിങ്ങനെ കടന്നുകൊള്ളുകയാണെങ്കിൽ, വലാ അഖ്ദിറു അലാ മുകാബഅതിഹി, അതിനോട് അവരെ മതിയാവുന്ന രീതിയിൽ പെരുമാറാൻ എന്നെ കൊണ്ട് കഴിയൂല. കാരണം അന്നഹു ജഅലനി ഹാജത്തുഹു ഇൻദ റബ്ബി അസ്സ വജല്ല, അവന്റെ ആവശ്യമായിട്ട് അവന്റെ റബ്ബിന്റെ അടുത്ത് എന്നെ ആക്കി വെച്ചത്, അതുകൊണ്ട് എനിക്കൊന്നും കഴിയൂല, റബ്ബിനെ കഴിയുള്ളൂ എന്ന് മഹാൻ പറഞ്ഞു. വക്കാന അതാഉ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് എന്താ, ഇന്നി ല അസ്മഉൽ ഹദീസ മിനർ റജുലി, ഒരാളിൽ നിന്ന് ഹദീസ് ഞാൻ കേൾക്കും, വഅകൂനു അഅരിഫു ഖബല ദാലിക, എത്രത്തിൽ ഇയാൾ ഈ ഹദീസ് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഹദീസ് എനിക്ക് അറിയാം. അപ്പൊ സമിഅതു മിറാർ, പല പ്രാവശ്യം ഈ ഹദീസ് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൽ നിന്നല്ലാതെ ഒരിക്കലും ഒരാളും കേൾക്കുകയില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ളൊരു നിലപാടിലെത്തിയ ഒരാളുണ്ടാവും. അയാളിൽ നിന്ന് മാത്രമേ കേൾക്കുള്ളൂ, ആളത് കേൾക്കൂല. ആ രീതിയിലുള്ള ശ്രദ്ധ, അങ്ങനത്തെ ഒരുത്തന്റെ ശ്രദ്ധ എത്രയുണ്ടോ അതുപോലെ ചെവിത്താത്തി ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു, അത്രത്തോളം ചെയ്തിരുന്നു. അതായിരിക്കും ആ സംഭവം എന്താ അറിയോ, ഖൗഫൻ അൻ യഖ്ജല, അദ്ദേഹം നാണിക്കും എന്നൊരു പേടി എനിക്കുണ്ട്. എന്തിന്, ഇദാ സാബഖതുഹു ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഈ ഹദീസുമായി ഞാൻ മുന്നിട്ട് ചെന്നാൽ അദ്ദേഹം നാണം വരുമല്ലോ. ആ നാണം പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ വിഷമം നാണെന്ന് അയാൾക്ക് ഉണ്ടാവില്ലല്ലോ എന്നർത്ഥം. അപ്പൊ കാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ ഖുൽ, മഹാനായിരുന്നു, ലികുല്ലി ദാഖിലിൻ, എല്ലാ ഓരോ ദാഖിലിനും ദഹിഷത്തുൻ, ഒരു എല്ലാം കടന്നു വരുന്ന ഒരാൾക്ക്, ആ എല്ലാം കടന്നു വരുന്ന ആൾക്കൊരു ദഹിഷത്ത് ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങനെ അവരെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടാണ് മഹാനെ കാണുക. കാഴ്ചവെക്കലും മഹാനെ കൊണ്ടായിരുന്നു എന്ന് ഞാൻ പറയാ. അതെന്താ മഹാൻ പറഞ്ഞറിയോ, നിങ്ങളെ ഭാഗത്തേക്ക് വല്ല ആവശ്യാനുസരണമായി കടന്നു വരുന്ന ഒരാളോട് സ്വാഗതം ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം. കാഴ്ച പറയുന്നതുകൊണ്ട് നിങ്ങൾ സലാം പറഞ്ഞ് കാഴ്ച വെക്കൽ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തുടരണം, അദ്ദേഹത്തിന് നിറ കൽപ്പിക്കണം എന്നർത്ഥം. ഒരു മാന്യത വേണം, ഒരു പരിഗണന വേണം എന്നർത്ഥം. ഒബിൽ ഹദീസ്, ഈ ഹദീസിൽ കാണാം, ലാ തുൻസിലു ഹവായിജക്കും ബിമല്ലാ യസ്തഈ ഖലാഹ, നിങ്ങൾക്കുള്ള ആവശ്യമൊന്നും ഇറക്കി വെക്കരുത് ഇവൻ ഒരുത്തനെ കൊണ്ട്. ലാ യസ്തഈ ഖലാഹ, അത്തരം ആവശ്യം വീട്ടാൻ അവൻ ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരാളെ കൊണ്ടൊന്നും നിങ്ങൾ ആവശ്യം ഇറക്കി വെക്കാൻ നിൽക്കണ്ട എന്നർത്ഥം. മഹാനവർ പറയുന്നു, ചോദിച്ചു വരുന്ന ആൾക്ക് മഹാൻ കൊടുക്കുമായിരുന്നില്ല. കെസിറത്തിനൊരു പൊട്ടിയതോ വലാശയം മക്സൂറം പൊട്ടിക്കപ്പെട്ട വല്ല വസ്തുവൊന്നും കൊടുക്കൂല. വലാസോബൻ ഖലിക്ക, പഴയ വസ്ത്രവും കൊടുക്കൂല. എന്നിട്ട് മഹാൻ പറയുന്നു, അസ്തഹി, എനിക്ക് നാണമാണ്,
അള്ളാന്റെ മേലില് എന്റെ ഏട് വായിക്കപ്പെടല് എത്രത്തെ ആ ഏടിലുണ്ട് അദ്ദേഹത്തിന്റെ കാരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയതായിരിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവൻ ഏടിൽ കാണും. അങ്ങനെ കാണുമ്പോൾ അത് വായിക്കപ്പെടും. അതെനിക്ക് ദാനമാണ്, അതുകൊണ്ട് ഞാൻ പഴയതൊന്നും കൊടുക്കൂല, പുതിയതേ കൊടുക്കുള്ളൂ. ഇന്ദഹ വാക്ക് അവസാനിച്ചു കഴിഞ്ഞു. പയലം ദാലിക്കയാക്കി ഇത്തരം കാര്യം എന്റെ സഹോദരൻ നീ അറിയണം. നീ ഇതുവരെ കേട്ടതിൽ നിന്റെ മുൻകഴിഞ്ഞു പോയ മുൻഗാമിയുടെ കാലടിപ്പാടിൽ ഇവിടെയാണോ നീ ഉള്ളത്, അതോ നീ അവിടെ എതിരാണോ എന്നാലോചിച്ച് നോക്ക്. സാലികളുടെ കൂട്ടത്തിലല്ല, വയ്യാക്കാൻ തദ്ദഹിയ അന്നക്കവന സ്വാലിഹീൻ, സാലികളുടെ കൂട്ടത്തിൽ നീ ആണെന്ന വാദം നീ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം സാലികളുടെ അടയാളം നിന്റെ കയ്യിലില്ല, എന്നിട്ട് നീ സ്വാലിഹാണെന്ന് വാദിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മഹാന്മാർ ജീവിച്ചു പോകുന്ന അർത്ഥം. ആ ഒരു ജീവിതശൈലി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുക. അതാണ് അതിന്റെ ലക്ഷ്യം.